ആദ്യമേ തന്നെ വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 25-ാം നമ്പർ വാർഡ് കവടിയാർ വാർഡിൽ മത്സരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എന്നെ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഏൽപ്പിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടെ, വിനയത്തോടെ, അതിനേക്കാളുപരി വലിയൊരു എക്സൈറ്റ്മെന്റോടെയാണ് ഈ ഒരു ഉത്തരവാദിത്തത്തെ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും എനിക്കെല്ലാം അറിയാവുന്ന പോലെ ഞാൻ തിരുവനന്തപുരത്തെ ഒരു നിവാസിയാണ്. പഠിച്ചത് ഇവിടെയാണ്. സ്കൂൾ പഠിച്ചതും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതും അതിനുശേഷം വെളിയിൽ പോയെങ്കിലും തിരികെ വന്ന് ഈ അടുത്ത കാലത്ത് നിയമം പഠിച്ചതുമൊക്കെ ഈ ജില്ലയിലാണ്, ഈ തലസ്ഥാനത്താണ്. അരുവിക്കര MLA ആയിരിക്കുമ്പോഴും താമസം ഇവിടെ തന്നെയാണ്. ഇത് മാത്രമല്ല, തിരുവനന്തപുരത്തിന്റെ സാധാരണ തിരുവനന്തപുരക്കാരനെ പോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു വാർഡിൽ, പ്രത്യേകിച്ച് എന്റെ പാർട്ടി മണ്ഡലമായ ശാസ്ത്രമംഗലത്തിൽ ഉൾപ്പെടുന്ന കവടിയാറിന്റെ ഭാഗം ഉള്ള ഈ ഒരു വാർഡ് പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം പാർട്ടി നൽകുന്നത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം ആഗ്രഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ പ്രൌഢിയുള്ള ഒരു നഗരമായിരുന്നു തിരുവനന്തപുരം. ചരിത്രം നോക്കുകയാണെങ്കിൽ പണ്ട് എയർ ഇന്ത്യ സ്ഥാപിച്ചപ്പോൾ കറാച്ചിയിൽ നിന്ന് 1932 തോന്നുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ അന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് അത്രയും വികസിതമായിരുന്ന, അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നുള്ള ആ നഗരത്തെ ആ നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാനും ഭാവിയുള്ള എല്ലാ ആളുകൾക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ ഒരു സുസ്ഥിര നഗരമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് UDF മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഉദ്യമത്തിന്റെ ഭാഗമായി, ആ ടീമിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളത് അറിയിക്കാനാണ് നിങ്ങളെല്ലാവരും വിളിച്ചത്. MLA ശബരിനാഥ്, KPC ജനറൽ സെക്രട്ടറി ശബരിനാഥ് ഒരു വാർഡിലേക്ക് ചുരുങ്ങുന്നതാണ് ഈ ഇടതുപക്ഷ വിമർശനങ്ങളും. അല്ല, അതിന്റെ ട്രോളും വിമർശനവും ഞാൻ ആ രീതി തന്നെയാണ് കാണുന്നത്. ഞാൻ അല്പം ചരിത്രത്തിലേക്ക് പോവാം. ചരിത്രമല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഞാൻ ബോംബെ വർക്ക് ചെയ്യായിരുന്നു. എന്റെ പിതാവിന്റെ മരണശേഷം വളരെ ഉയർന്ന പൊസിഷനിൽ മത്സരിച്ചപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും VM സുധീരനും മറ്റു നേതാക്കളും ഒരുമിച്ചൊരു ഫോൺ കോളിൽ നിന്ന് KPC വിളിച്ചപ്പോഴത്തേക്കും തിരികെ വന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം 2 തവണ MLA ആവാനുള്ള അവസരമുണ്ടായി. ഒരു തവണ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി, KPC ജനറൽ സെക്രട്ടറി. ഇതൊക്കെ പാർട്ടി നൽകിയതാണ്. ഞാൻ എപ്പോഴും എന്റെ കൂട്ടുകാരോട് പറയുന്നൊരു കാര്യമുണ്ട്. 2 വികാരമാണ് എനിക്കുള്ളത്. ഞാനീ വലിയ പഞ്ച് ഡയലോഗ് അടിക്കുന്ന ആളോ അല്ലെങ്കിൽ വലിയ വിസ്ഫോടനം നടത്തുന്ന ആളല്ല. പക്ഷേ ഉള്ളിനുള്ളിൽ ഞാനൊരു പാർട്ടിക്കാരനാണ്. പാർട്ടി എന്ത് പറയുക അത് ചെയ്യുക എന്നുള്ളത് ഒരു പാർട്ടിക്കാരനായ എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എന്നെ അന്ന് തിരികെ വരാൻ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരത്തോടുള്ള ഒരു സ്നേഹമാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വെളിയിൽ എവിടെ പോയാലും നമ്മൾ തിരുവനന്തപുരത്തുകാരനാണ്. അയവിറക്കുന്നത് തിരുവനന്തപുരത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ തിരുവനന്തപുരത്തിന്റെ ഭാഗമായ അരുവിക്കരയുടെ MLA ആവാൻ പറ്റി. ഇന്ന് ജില്ലയിൽ ഇവിടെ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ അതൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു എലിവേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധാരണ BJP വഴി മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവർക്ക് സെറ്റ്ബാക്കുകൾ ഉണ്ടായി. അപ്പൊ ഈ ശബരിയെ പോലെ ഒരു യങ് ബ്ലഡുകളുടെ ഒരു വരവ് BJPയുടെ കടന്നുകയറ്റം തടയുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അല്ല, ഇവിടെ തീർച്ചയായിട്ടും ഒന്നാമതെത്തി മാക്സിമം സീറ്റുകൾ നേടി. ഇന്നലെ ശ്രീ K. മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ 51 സീറ്റ് നേടി കോർപ്പറേഷൻ ഭരിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. UDF-ന് കഴിയും. ഇവിടെ ചില ഭാഗങ്ങളിൽ CPM സ്ട്രോങ് ആണ്, ചില ഭാഗങ്ങളിൽ BJP സ്ട്രോങ് ആണ്. പക്ഷെ ആത്യന്തികമായി ഇവിടെ കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു മണ്ണാണ്. ആ വേരോട്ടമുള്ള മുന്നിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ഇവിടുത്തെ വികസനവും തിരുവനന്തപുരത്തിന്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിജയിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു പാനലാണ് നമുക്കുള്ളത്. നിങ്ങൾ എന്റെ കാര്യം തന്നെ എല്ലാവരും പറഞ്ഞു. നിങ്ങൾ ആ പാനലിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. ആശാ വർക്കർ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർ മുതൽ തലമുതിർന്ന കൌൺസിലർമാർ മുതൽ ടെക്നോ പാർക്കിൽ ജോലി ചെയ്ത ലോ അക്കാദമിയിലെ വിദ്യാർത്ഥിനി വരെയുള്ള തിരുവനന്തപുരം കോളേജിലെ അധ്യാപിക വരെയുള്ള മികച്ച പാനലാണ്. ആശാ വർക്കർ മുതൽ ടെക്കി വരെ. ഇത് തിരുവനന്തപുരത്തിന്റെ പരിച്ഛേദമാണ്. ഇത് കേരളത്തിന്റെ പരിച്ഛേദമാണ്. ഏറ്റവും മികച്ച പാനലുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. ഇന്നലെ പ്രഖ്യാപിച്ച സീറ്റുകളല്ലാതെ വരും ദിവസങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസും UDF-ഉം പ്രഖ്യാപിക്കുന്നതോടും ഏറ്റവും മികച്ച പാനൽ UDF-ന്റേതായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഒരു ഉറപ്പിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള നമ്മുടെ തുടരുമിന് ഡയറക്ടർ തരുൺ മൂർത്തിയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. കോൺഗ്രസിനെ എപ്പോഴും വിജയിപ്പിക്കുന്നത് സാധാരണക്കാരുടെ ആളുകളാണ്. വീട്ടിലുള്ള വീട്ടമ്മമാർ, തൊഴിലാളികൾ, കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരൊക്കെ കോൺഗ്രസിന് പ്രശ്നമുണ്ടാകുമ്പോൾ അസ്വസ്ഥരാണ്. ആ സ്ലീപ്പർ സെല്ലുകളാണ് കോൺഗ്രസിന്റെ ശക്തി.
ഈ മുൻനിർത്തിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടുകൂടി തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള കോൺഗ്രസിന് വേണ്ടി നിശബ്ദമായി പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ, കോൺഗ്രസിന്റെ സാധാരണക്കാരായിട്ടുള്ള വലിയ ബഹളം ഉണ്ടാക്കാതെ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാരടക്കമുള്ള സ്ലീപ്പർ സെല്ലുകളാണ് കോൺഗ്രസിന്റെ ശക്തി. ആ ചാലക ശക്തിയിൽ മികച്ച വിജയം ഈ കോർപ്പറേഷനിൽ നമ്മൾ നേടും. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന സൃഷ്ടിച്ചിരുന്നു. അതായത് KS ശബരിനാഥനല്ല, VD സതീശൻ വന്ന് മത്സരിച്ചാലും കുഴപ്പമില്ല, UDF സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മുമ്പേ പ്രഖ്യാപിച്ചത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണ് എന്ന പ്രസ്താവന ശിവൻകുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അല്ല, അതെനിക്ക് ഏറ്റവും പറയാൻ അനുയോജ്യനായിട്ടുള്ള ശിവൻകുട്ടി സഖാവ് തന്നെയാണ്. കാരണം ഈ ധാരണ ഇന്നലെ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് PMCയിൽ ഒപ്പിട്ട തെറ്റായി പോയെന്നുള്ളത്. ആ ഒപ്പിട്ടത് ഞാനല്ലല്ലോ, ഒപ്പിട്ടത് ഗോവിന്ദൻ മാസ്റ്റർ അല്ലല്ലോ, ഒപ്പിട്ടത് ശിവൻകുട്ടി പറഞ്ഞിട്ടല്ലേ IAS ഉദ്യോഗസ്ഥ ആരായാലും ഒപ്പിട്ടത്. അപ്പൊ ശിവൻകുട്ടി ധാരണയുടെ മുന്നിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിനുള്ള സ്നേഹം, പ്രത്യേകിച്ച് ഒരു തദ്ദേശ ഇലക്ഷന് മത്സരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഉള്ളൊരു ഓർമ്മ ഞാൻ പറയാം. മേയർ ശിവൻകുട്ടി എന്നുള്ള പേരാണ് ഞാൻ ഇപ്പോഴും എന്റെ മുഖത്ത് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പൊ മേയർ ശിവൻകുട്ടി ആയിരുന്ന ശ്രീ ശിവൻകുട്ടി, അദ്ദേഹം മേയറായിരുന്നപ്പോൾ സ്കൂളിൽ പഠിച്ച ഞാൻ ഒരു വാർഡിൽ മത്സരിക്കുമ്പോൾ ഞാനല്ല VD സതീശനായാലും ഇവിടെ മത്സരിക്കുന്നത് ഞാനോ VD സതീശനോ അല്ല, ഞാനീ പറഞ്ഞ UDFന് വേണ്ടി ഉള്ള ഒരു ശക്തമായ പാനൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നത്. LDF ജയിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സതീശൻ ഇനിയിപ്പോൾ ആര് വന്ന് മത്സരിച്ചു കഴിഞ്ഞാലും LDF ജയിക്കും. അല്ല, അദ്ദേഹം അത് പറയണമല്ലോ. അദ്ദേഹം LDF ജയിക്കണമെന്ന് പറയുന്നത് ശിവൻകുട്ടി സഖാവിന്റെ ധർമ്മമാണ്. പക്ഷെ അതേ LDFന്റെ മാനിഫെസ്റ്റോയിലെ ധാർമ്മികത മറന്നുകൊണ്ട് അദ്ദേഹം PMCയിൽ ഒപ്പിട്ടത് അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി തന്നെ മോശമാണെന്ന് പറഞ്ഞു. ആ എക്സ്പ്ലനേഷൻ അദ്ദേഹം കൂടി കൊടുക്കണമെന്ന് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ ഉള്ള കാര്യങ്ങൾ പറയാം. ഇന്ന് വൈകുന്നേരം ശ്രീ K മുരളീധരൻ നയിക്കുന്ന യാത്ര തിരുമലയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഒരു 8 ദിവസം അത് 12-ാം തീയതി ഒരു വലിയ സമാപനമായി അത് കോർപ്പറേഷൻ മുന്നിലെത്തും.